ഈ കുട്ടികൾ ഉണ്ടാവില്ല വൈറ്റ് പാച്ചസുകൾ കാണാറുണ്ട്, അതേപോലെ തന്നെ ചില വൈറ്റമിൻ ഡെഫിഷ്യൻസികൾ കാണാറുണ്ട്, ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ കാണാറുണ്ട്. അതിനൊക്കെ ഒരു ബേസിക് റീസൺ നോക്കുകയാണെങ്കിൽ ഈ ഡയറ്റുകളൊക്കെ തന്നെയാണ്. ചെറിയ കുട്ടികൾക്ക് ഒരിക്കലും കൊടുക്കരുതെന്ന് സാറ് പറയുന്ന ഫുഡുകൾ എന്തൊക്കെയാണ്? ഒന്നുമില്ല, നമുക്കെൻ്റെ ചുറ്റുപാട് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് പോയാൽ എന്താണോ അച്ഛനും അമ്മയും വാങ്ങുന്നത് അത് തന്നെയാണ് ഇന്ന് കുട്ടിയെ കൊടുക്കുന്നത്. അത് പ്രായം പോലും നോക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത് ഫ്രൈഡ് ഐറ്റംസുകൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, കുട്ടികൾക്ക് കൊടുക്കരുത്. എസ്പെഷ്യലി ചെറിയ കുട്ടികൾക്ക് തീരെ കൊടുക്കരുത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ അമിതമായിട്ടുള്ള കലോറി, എസ്പെഷ്യലി മിഠായികൾ നമ്മൾ കൊടുക്കും. ചില കുട്ടികൾ കുറച്ചൊക്കെ കൊടുക്കാം, പക്ഷെ അതിന് അഡിക്ഷൻ വരുന്ന രീതിയിലേക്കും അതേപോലെ ഹൈ കലോറിയുള്ള എന്ത് ചെയ്യണം, ഈ മിഠായികളൊക്കെ ഒഴിവാക്കണം. എസ്പെഷ്യലി ബേക്കറി ഐറ്റംസുകൾ നിർബന്ധമായിട്ട് ഒഴിവാക്കണം. ഈ കുട്ടികൾ ഉണ്ടാവില്ല വൈറ്റ് പാച്ചസുകൾ കാണാറുണ്ട്, അതേപോലെ തന്നെ ചില വൈറ്റമിൻ ഡെഫിഷ്യൻസികൾ കാണാറുണ്ട്, ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ കാണാറുണ്ട്. അതിനൊക്കെ ഒരു ബേസിക് റീസൺ നോക്കുകയാണെങ്കിൽ ഈ ഡയറ്റുകളൊക്കെ തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കൂടുതൽ ഈ പാലുണ്ടല്ലോ മാക്സിമം കുട്ടികൾക്ക് അവോയ്ഡ് ചെയ്യണം. ആട്ടിൻ്റെ പാല് പിന്നെയും കുഴപ്പമില്ല, പക്ഷേ പശുവിൻ്റെ പാല് പല ആളുകൾക്ക് എന്ത് ചെയ്യാറില്ല, അത്ര നല്ല എഫക്റ്റീവായിട്ട് കിട്ടാറില്ല. പലർക്കും സൈഡ് എഫക്റ്റ് ഉണ്ടാകാറുണ്ട്, നല്ലതല്ല അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യണം, നമ്മൾ കൺട്രോൾ ആക്കിയിട്ട് തന്നെ പോകാൻ ശ്രദ്ധിക്കുക. അതുമാത്രമല്ല കുട്ടികൾക്ക് അമിതമായിട്ട് കൊടുക്കുകയും ചെയ്യരുത്. കുട്ടികൾക്ക് വിശക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യരുത്, കുട്ടികൾ ഭക്ഷണം കൊടുക്കരുത്. നിർബന്ധിപ്പിച്ചിട്ടൊരിക്കലും വായിൽ ഭക്ഷണം ഇട്ട് കൊടുക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാകരുത്.